നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് നോക്കാൻ പോകുന്നത്, ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ, നമ്മൾ എപ്പോഴും റീഡിങ്ങിൽ കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം നമ്മൾ കാണാറുണ്ട് അല്ലേ. സോ അവരെന്തിനാണ് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അവോയ്ഡ് ചെയ്യുന്നത്, നിങ്ങളെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാതിരിക്കുക, കൂടുതൽ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറി നിൽക്കുക, ഡിസ്റ്റൻ്റ് ആവുക, ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് നമുക്ക് നോക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അവരുടെ മനസ്സിൽ എന്താണ് ഒരു ഇനിയിപ്പോൾ വേറെ പുറത്തുള്ള കാര്യങ്ങളാണോ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണോ, എന്താണ് തടസ്സമാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് അവരെ ഇന്റേണൽ, അതായത് ഇമോഷണലി, അവരുടെ മനസ്സിൽ, ഓക്കെ, എന്താണ് ഇമോഷണലി ആൻഡ് ഫിസിക്കലി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇമോഷണലി, അതായത് മനസ്സിൽ ഉള്ളിൽ ഫിയേഴ്സോ പേടികളോ കാര്യങ്ങളോ അല്ലെ, എന്താണ് അവരെ തടസ്സപ്പെടുത്തുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് ചില സമയത്ത്. ഇമോഷണലി, my goodness. Okay. Wow. Okay. Fine. Okay. ഫിസിക്കലി കൂടി എടുത്തേക്കാം, എന്നിട്ട് ഞാൻ പറയാം, രണ്ടും കൂടി ചേർത്തിട്ട് പറയാം. ഓക്കെ, അതായത് പുറമേ ഉള്ള ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, എന്താണ് നിങ്ങളെ തമ്മിൽ ഒരു തടസ്സം വരുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ, എന്താണ് വേറെ എന്തെങ്കിലും പുറമേ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഒരു വ്യക്തികളാവാം, ഫാമിലി ആവാം, അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങളായിരിക്കാം, അവരുടെ തന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആണോ, എന്താണ് നമ്മൾ നമുക്ക് നോക്കാം. ഓക്കെ, നേരത്തെ ചാടിയതായിരുന്നു, വീണ്ടും വന്നു. ഓക്കെ, അത് എംപ്രസ് കാർഡാണ്. ഓക്കെ, രണ്ട് തരത്തിൽ പറയാൻ പറ്റും തോന്നുന്നു. ഓക്കെ, എനിവേ, ഇവിടെ എനിക്ക് കാണുന്നത് നിങ്ങൾ ഇമോഷണലി എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നത്, അവോയ്ഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. ആക്ച്വലി നിങ്ങളിവിടെ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ലൈക്ക് 9 of Cups ആൻഡ് Ace of Cups ആണ്. 9 of Cups പറഞ്ഞാൽ തന്നെ നമ്മളുടെ ഒരു സ്വപ്നം, ഡ്രീം, ഓക്കെ, നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന രീതിക്കൊക്കെ പറയാം. നമുക്ക് അത്രയും സന്തോഷം കൊണ്ടുവരുന്ന ഒരു കാര്യം, നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം, വിഷാണ് എൻ്റെ എന്നൊക്കെ പറയാം. ഓക്കെ, ആ രീതിക്കാണ് നിങ്ങളെ കാണുന്നത്. എൻ്റെ ഇവിടെ Ace of Cups ആണ് അതിൻ്റെ ഒപ്പം. ഓക്കെ, സോ ഇതിനും അപ്പുറം നമുക്ക് കൺഫർമേഷൻ വേറൊന്നുമില്ല. Ace of Cups എന്ന് പറഞ്ഞാൽ അത്രയും ഇമോഷൻസ് ആണ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ലൈക്ക് ഡീപ്പ് ഫീലിങ്സ്, ഡീപ്പ് ഇമോഷണൽ ഫീലിങ്സ്, അത്രയും സ്നേഹം അവർ കരുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾക്കായിട്ട്. ഓക്കെ, ആൻഡ് നിങ്ങളെ കാണുന്നത് ക്വീൻ ഓഫ് വോൺസ് എനർജിയിലാണ്. സോ മേ ബി നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, വളരെ എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങളുടെ എല്ലാവർക്കും ഒരുപാട് കഴിവൊക്കെ ഉണ്ടാവും. കഴിവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നല്ല, പക്ഷേ ലൈഫിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി, നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും ഫാമിലി ആയാലും ഇവരുടെ കാര്യങ്ങളായാലും എല്ലാം നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി, ഇത് ഞാൻ മറക്കേണ്ടി വരുന്നതൊന്ന്. ഓക്കെ, സാറില്ല. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഓക്കെ, നിങ്ങൾ ഡീൽ ചെയ്യുന്നത്, ഓക്കെ, നിങ്ങൾ വളരെ പവർഫുൾ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അവരെ കെയർ ചെയ്യാറുണ്ട്, നിങ്ങൾ അവരെ ന്യൂച്ചർ ചെയ്യാറുണ്ട്, നിങ്ങൾ അവരെ അത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്, അവരെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഐ തിങ്ക് എല്ലാം കൊണ്ടും നിങ്ങളൊരു ഓവറോൾ എല്ലാം തികഞ്ഞ ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, നിങ്ങളെ അങ്ങനെയാണ് അവർ കാണുന്നതും. അപ്പോൾ നമ്മളിവിടെ എന്തിനാ തടസ്സം, പിന്നെന്താ തടസ്സം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഇവിടെ ചാരിയറ്റ് ഉണ്ട്, കിങ് ഓഫ് സോർഡ്സ് ഉണ്ട്, ലവേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതൊരു ചോയ്സിന്റെ കാര്യമാണ്. ഓക്കെ, കാർഡ്. ഓക്കെ, ഇതൊരു ചോയ്സിന്റെ കാര്യമാണ്. എന്ന് വെച്ചാൽ ഒരു തീരുമാനം, ഇത് രണ്ടും പറയുന്നത് ഒരു ചോയ്സിനെ കുറിച്ചാണ്. ലവേഴ്സും ചാരിയറ്റും പറയുന്ന ഒരു എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഒന്നുമില്ലെങ്കിൽ, ആക്ച്വലി എനിക്കിവിടെ വേറൊരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, സോ മേ ബി തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അഗെയിൻ ഫാമിലി ആവാം, ഫാമിലി മാരീഡ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരിക്കാം. കുറച്ച് പേർക്ക് അത് വന്നിട്ടുണ്ടാവുകൊണ്ടാണ്. ഓക്കെ, സോ മേ ബി മാരീഡ് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലൈഫിൽ യുനോ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, മേ ബി ഫാമിലി, ജസ്റ്റ് അമ്മ, പാരൻസ്, അച്ഛനമ്മമാർ, അങ്ങനെയുള്ളവരായാലും. ഓക്കെ, മേ ബി അവിടെ അവരെ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്താണ് മുന്നോട്ട് വേണ്ടത്, നമുക്ക് എന്താണ് പോസിബിൾ എന്ന രീതിക്ക് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എവിടെയോ അവർക്ക് തോന്നുന്നത് അവരൊരു കൺട്രോൾ വെക്കണം,
ഈ റിലേഷൻഷിപ്പിൽ എന്നാണ് തോന്നുന്നത്. ഇമോഷൻസ് ഉള്ളിൽ ഒരുപാടുണ്ട്. ഓക്കെ, ബട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിങ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. കിങ് ആവണമെന്നില്ല, ക്വീൻ ആയാലും ലേഡീസ് ആയാലും. ഓക്കെ, അപ്പോൾ അവർ കരുതുന്നത് ഞാൻ ഇമോഷൻസ് തുറന്ന് കാണിച്ചാൽ ശരിയാവില്ല, ഫീലിങ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഓക്കെ, കാരണം അത് അത്രയും ആഗ്രഹമാണ്, അത്രയും നമ്മളെ പറയില്ലേ ഒരു ഇങ്ങനെ വലിക്കുന്ന പോലെയാണ്, നിങ്ങളെ അത്രയും പുള്ളാണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് ഞാൻ കൺട്രോൾ ചെയ്ത് വെക്കണം എന്ന് ശ്രമിക്കുന്ന പോലെയാണ്. അവരെ മനസ്സിൽ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ വേറൊരു സിറ്റുവേഷൻ ഉണ്ടാവാം, തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഫാമിലി തടസ്സം ഉണ്ടാവാം, എല്ലാം ഉണ്ടാവും, എന്തെങ്കിലും ഒരു തരത്തിലുണ്ടാവും. ബട്ട് നിങ്ങളോട് ഫീൽ ചെയ്യുന്ന കണക്ഷൻ വളരെ സ്ട്രോങ് ബോണ്ടാണ്. ഓക്കെ, ബട്ട് അവരതിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിനെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നും പറയാം. അത് വേറൊന്നും കൊണ്ടല്ല, അത് അവർക്കൊരു പേടിയാണ്, എന്നിട്ട് കൈവിട്ടു പോയാൽ ശരിയാവില്ല എന്ന് കരുതുന്ന പോലെയാണ്. ഓക്കെ, ചാരിറ്റിനെ ഇപ്പം നമ്മൾ ഈ ഒരു കുതിര വണ്ടി ഇത് മുന്നോട്ട് നേരെ പോകണമെങ്കിൽ നമ്മൾ ആ മനസ്സിനെ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുവന്ന് ഈ രണ്ട് കുതിരയെ ഒന്നിച്ച് കൺട്രോൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷെ അവിടെ ഇപ്പം അവർ ശ്രമിക്കുന്ന അതാണ്, എന്നിട്ട് ഇതിനെ എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് മുന്നോട്ട്, അതായത് അവർ ഇമോഷണൽ ആയി കഴിഞ്ഞാൽ ശരിയാവില്ല, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ മാത്രമേ അങ്ങനെ ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന രീതിക്ക് ചിന്തിക്കുകയാണ്. കുറച്ച് പേർക്ക് അഗൈൻ മാരീഡ് സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്, മെയിനായിട്ട് ഇവിടെ അതാണ്. ഓക്കെ, ഇമോഷണൽ അവർക്ക് ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹം ഇല്ലാഞ്ഞിട്ടോ ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടോ അല്ല, പക്ഷെ അവരതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇമോഷൻസ് ഒന്നുകൂടി ഞാൻ ക്ലാരിഫൈ ചെയ്തേക്കാം. ഇമോഷണലി എന്താണ് ഇവിടെ തടസ്സം വരുന്നത്? മനസ്സിൽ ഹോൾഡിംഗ് ബാക്ക്, 8 of Cups ആൻഡ് 2 of Swords. ഓക്കെ, കൺഫ്യൂഷൻ തന്നെയാണ് മെയിനായിട്ട്. കൺഫ്യൂഷൻ ആണ് അവർക്ക്. ഓക്കെ, അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ വിട്ടുകളയാനും പറ്റില്ല, നിങ്ങളെ വിട്ടുപോകാനും പറ്റില്ല, നിങ്ങളെ വേണം, അറ്റ് ദ സെയിം ടൈം വിട്ടു പോകണം, രണ്ടും ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, സോ അവിടെ കൺഫ്യൂഷൻ കാണുന്നുണ്ട്. 2 of Swords ഡിസിഷൻ എടുക്കുന്ന ഒരു ഇതായിട്ട് കാണുന്നുണ്ട്. അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റഡ് ആണ്. മേ ബി അവർക്ക് ചോയ്സ് ഉണ്ടാവാം, ഞാൻ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി ചൂസ് ചെയ്യണോ നിങ്ങളെ ചൂസ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. മേ ബി തേർഡ് പാർട്ടി അത്ര വേഗം വിട്ടുകളയാൻ പറ്റുന്നതായിരിക്കില്ല, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷൻ കൺഫ്യൂഷൻ അവരുടെ മൈൻഡിൽ വല്ലാതെ ഉണ്ട്. നിങ്ങളെ പിടിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ വിട്ടുകളയാതെ ഇങ്ങനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനാണ് അവർ കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളെ വിട്ടുപോകരുത്, നിങ്ങളെ വേണം ലൈഫിൽ. ഓക്കെ, ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ കണ്ടീഷൻസിൽ എന്ന് പറയില്ലേ, അതായത് വിട്ടുപോകാനും പാടില്ല, എന്നാലോട്ട് കൂടുതൽ അടുക്കാനും പാടില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലാണ് അവർ മനസ്സിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുകയാണ്. ഓക്കെ, ഇനി ഫിസിക്കലി പറയുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഹസ്ബൻഡോ വൈഫോ ആയിരിക്കാം. ഓക്കെ, അവർക്കൊരു മാരീഡ് എനർജി എനിക്ക് കാണുന്നുണ്ട്, കാരണം ഇവിടെ ഇതൊരു പ്രഗ്നൻസി കാർഡ് കൂടിയാണ്. ഓക്കെ, സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടിൽ എന്തെങ്കിലും അവർ മാരീഡ് ആണെങ്കിൽ മേ ബി ഒരു കുഞ്ഞിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട്, മേ ബി പ്രഗ്നൻസി അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല. ഓക്കെ, എന്തായാലും ഒരു മാരീഡ് എനർജി വരുന്നുണ്ട്. അല്ലാത്തവർക്ക് ഓക്കെ, മേ ബി ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ പാരൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ മാരീഡ് ആയിരിക്കാം, ചിലപ്പോൾ അവർ മാരീഡ് ആയിരിക്കാം, രണ്ടുപേരും ആവാം, എന്തും ആവാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഒരു ബേർഡൻ ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ മേലെ ഒരുപാട് ഭാരങ്ങളുണ്ട്. അതിപ്പോൾ ഫാമിലിയുടെ ഭാരങ്ങളായിരിക്കാം. ഓക്കെ, ഫാമിലിയുടെ ഇത് ആക്ച്വലി പേജ് ഓഫ് വൺസ് നമ്മൾ കുഞ്ഞുങ്ങൾ എന്ന രീതിക്കും എടുക്കും. സോ കുട്ടികൾ മേ ബി ഒരു മോൻ ഉണ്ടാവാം. ഓക്കെ, മോൻ എന്ന രീതിക്ക് എടുക്കാം, അല്ലെങ്കിൽ അവർ മക്കൾ ഉണ്ടാവാം, ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവാം, അതൊക്കെ ആയിരിക്കും. ബട്ട് ഇവിടെ എവിടെയോ അവർക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്. അവർക്ക് ചില ചുമതലകളുണ്ട് അവരുടെ. ഓക്കെ, അതവർക്ക് വിട്ടുകളയാൻ സാധിക്കില്ല എന്ന രീതിക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു അകൽച്ച എപ്പോഴും വെക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ എപ്പോഴും ഒരു നിങ്ങളുടെ അടുത്ത് ഒരു ചെറിയ ഡിസ്റ്റൻസ് വെച്ച് മാറി നിൽക്കലാണ്. അതന്നെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നതും. ഓക്കെ, ഒന്നും കൂടി ഞാൻ നോക്കുമ്പോൾ കുറച്ചുകൂടി ഡെപ്തിൽ നമ്മൾ നോക്കുമ്പോൾ 6 of Wands, Queen of Pentacles, Judgment, എവിടെയോ എന്താ പറയുക, അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റീസ് കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് ലൈഫിൽ ഈ 6 of Wands എന്താന്നുള്ളത്. ഓക്കെ, ഫിസിക്കലി അതായത് പുറമേയുള്ള കാര്യങ്ങൾ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്താണ് അവരെ തടസ്സപ്പെടുത്തുന്നത്? സ്റ്റാർ കാർഡ് ലൈക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അവർക്കറിയാം ദറ്റ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കും, വളരെ നല്ലതായിരിക്കും. ഓക്കെ, വളരെ എന്താ പറയുക, സ്റ്റേബിൾ ആയിട്ട് റിലേഷൻഷിപ്പ് ആയിരിക്കും, എല്ലാം അവർക്കറിയാം. ഓക്കെ, എവിടെ ഒരു ഹോപ്പ് ഉണ്ട്, അവരുടെ ഒരു പ്രതീക്ഷ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷാണ് നിങ്ങൾ എന്ന് തന്നെയാണ്.
അവരുടെ ലൈഫിൽ മേ ബി അവർക്ക് ചുമതലകൾ ഉണ്ടാവാം, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലത് കാണിക്കേണ്ടി വരും അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് നിലനിർത്താൻ ശ്രമിക്കുന്നതായിരിക്കാം സൊസൈറ്റിയുടെ മുമ്പിൽ. മേ ബി മറ്റുള്ളവർ നിങ്ങളെ സ്വീകരിച്ചു എന്ന് വരില്ല, മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല, അതുകൊണ്ടായിരിക്കാം. ഫാമിലി അക്സെപ്റ്റ് ചെയ്തു എന്ന് വരില്ല, ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ബട്ട് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിക്ക് തന്നെയാണ്. നിങ്ങളെ കാണുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടൊരു എനർജിയിലാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും. ഓക്കെ, അവർക്ക് ചില ചുമതലകളുണ്ട്, അത് ചെയ്തേ പറ്റൂ. അവർക്ക് എവിടെയോ ജഡ്ജ്മെന്റിനെ പേടി കാണുന്നുണ്ട്. ഓക്കെ, അതായത് ന്യായത്തിനെ പേടിക്കുന്ന പോലെ, യൂണിവേഴ്സിനെ പേടിക്കുന്ന പോലെ. അതായത് നമ്മൾ പറയില്ലേ, യൂണിവേഴ്സ് അവർ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റായി പോയാലോ എന്നുള്ളൊരു തോന്നലുണ്ട് അവരുടെ ഉള്ളിൽ. പക്ഷെ എന്നാലോ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ തേർഡ് പാർട്ടി എനർജി ഉണ്ട്. തേർഡ് പാർട്ടി വേറെ ഓപ്ഷൻ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട് കുറച്ച് പേർക്ക് കേട്ടോ, എല്ലാവർക്കും അല്ല. കുറച്ച് പേർക്ക് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ മാരീഡ് സിറ്റുവേഷൻ, ഫാമിലി, കുഞ്ഞുങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. കുറച്ച് പേർക്ക് പാരൻസിന്റെ തടസ്സമായിരിക്കാം. കുറച്ച് പേർക്ക് ഈവൻ ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, മേ ബി അവരിപ്പോൾ ഫൈനാൻഷ്യലി ചിലപ്പോൾ അവർ നല്ലൊരു സിറ്റുവേഷനിലായിരിക്കില്ല. സോ പല സിറ്റുവേഷനും കാണുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോന്നാണ്. അത് മാത്രമല്ല അവർക്ക് എവിടെയോ നിങ്ങളെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അവർക്ക് തോന്നുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ, സൊസൈറ്റിയുടെ മുമ്പിൽ ഓക്കെ, അവർ ഒരു മാന്യത കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അവരൊരു മുഖം മൂടി ഉണ്ടാവും. ഓക്കെ, അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ ആരും കുറ്റപ്പെടുത്തോ എന്നൊക്കെ ഉള്ളൊരു പേടി, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റായി പോവോ എന്നുള്ളൊരു പേടി. നിങ്ങളെ വിട്ടുകളയാനും പറ്റില്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങളോട് ന്യായം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് അങ്ങനെ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് മാറിയൊക്കെ നിൽക്കുന്നത്. ബിക്കോസ് ആ ഒരു കൺഫ്യൂഷൻ ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ മൈൻഡ് അവരുടെ എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണം, ആരെ ചൂസ് ചെയ്യണം, എന്ത് ചൂസ് ചെയ്യണം, എന്താ ശരി എന്താ തെറ്റ്, അതിൽ അവർ പെട്ട് ശരിക്കും ഒരു ബേർഡൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ചില സമയത്ത് അവർ മാറി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ സ്നേഹം ഇല്ലാഞ്ഞിട്ടോ ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടോ അല്ലാതെ നമുക്ക് ആദ്യം തന്നെ വന്നൂലേക്ക് അത്രയും ഇമോഷൻസ് ആണ് വന്നത്. ഓക്കെ, ബട്ട് എവിടെയോ ആ ഡിസിഷൻ എടുക്കാൻ പറ്റായ, അതാണ് ഇവിടെ പ്രോബ്ലം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഒരു കാർഡ് നമുക്ക് ഹോപ്പ്ഫുൾ ആയിട്ടുണ്ട്. എന്നിട്ട് എവിടെയോ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട്. ബട്ട് നിങ്ങൾ കൂടി നോക്കുക സിറ്റുവേഷൻ. ഓക്കെ, ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കണോ എന്ന് നിങ്ങൾ കൂടി ചിന്തിച്ചോളൂ. എപ്പോഴും എല്ലാം അവരുടെ കയ്യിലല്ലല്ലോ, നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം കുറച്ച് ഒറക്കിൾ കാർഡ്സ് നമുക്ക് പേഴ്സണൽ മെസ്സേജസ് ആയിട്ട്. അറ്റാച്ച് ടു മൈ എക്സ്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് വന്നു അല്ലേ. ഇമോഷണൽ ഇൻറ്റിമസി, നീഡ് ടൈം ടു ഹീൽ. ഓക്കെ, അങ്ങനെയും പറയാം. ഓക്കെ, ഫൈൻ. മൈ ഫാൻറ്റസി, വെരി ഗുഡ്. അറ്റൻഷൻ ഓഫ് അതേഴ്സ്, ഇതുകൊണ്ട് ഇറ്റ്സ് ഓൺ. ഓക്കെ ഓക്കെ, your beauty amazes me. I'm not sure how I attracted someone like you, but I'm okay. അവിടെ നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, ഞാനതാ നേരത്തെ പറഞ്ഞത്, നിങ്ങളെ ഒരുപാട് അഡ്മയർ ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, അതായത് നിങ്ങൾ എങ്ങനെയോ പെർഫെക്റ്റ് ആണ്, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണാനായാലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളായാലും ഓക്കെ, നിങ്ങളെ അവർ വളരെയധികം അഡ്മയർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അവരുടെ ലൈഫിൽ ഒന്നുമില്ലെങ്കിൽ അറ്റാച്ച് ടു മൈ എക്സ് എന്നാണ് പറയുന്നത്. കുറച്ച് പേർക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മേ ബി കുട്ടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, മാരീഡ് ആണെങ്കിൽ ഓക്കെ, ചിലപ്പോൾ അവർ ഡൈവേഴ്സ് ഒക്കെ ചെയ്താലും മേ ബി അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലേ, നമുക്ക് എവിടെയോ അങ്ങനെ ചില കാര്യങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. ചിലവർക്ക് മേ ബി ആ ഒരു മാരേജിൽ തന്നെ ചിലപ്പോൾ ഫുള്ളായിട്ട് ഡിറ്റാച്ച് ആവാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഇവിടെ ഐ എം അറ്റാച്ച് ടു മൈ എക്സ് ഇമോഷണലി, ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി. ഐ നീഡ് ടൈം ആൻഡ് സ്പേസ് ടു ബ്രേക്ക് ദിസ് കണക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരല്പം സമയം വേണം എന്നാണ് പറയുന്നത്. അവർ ആ പഴയ ആ ഒരു അവരുടെ വേദനകൾ അതിൽ നിന്ന് ഹീലാവാൻ അവർക്ക് കുറച്ച് സമയം വേണം എന്ന് പറയുന്നുണ്ട്. ഓൾറെഡി വല്ല റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് മേ ബി ഡൈവേഴ്സ് ആയാലും ശരി, ബ്രേക്കപ്പ് ആയാലും ശരി ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവർക്ക് ഒന്ന് വിട്ടു മാറാൻ കുറച്ച് സമയം വേണം എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇമോഷണൽ ഇൻറ്റിമസി ഐ എം അഫ്രൈഡ് ടു ട്രൂലി ഓപ്പൺ അപ്പ് ടു യു. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട അതാണ് നിങ്ങൾ അവരെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. 9 of Cups ആൻഡ് Ace of Cups ആവുന്നത്. സോ അതിൽ അവർക്ക് അത്രയും ഫീലിങ്സ് ആണ്, പക്ഷെ അത് അവർ തുറന്നു പറയാതെ അവരതിനെ മറച്ചു വെച്ച് ഓക്കെ, ഒരു പുറമേ ഒരു വളരെ റഫായിട്ടൊരു ഇതൊക്കെ കാണിച്ച് അവർ നിൽക്കുകയാണ്. കാരണം അവർക്ക് അങ്ങനെ ആ ഒരു ഇമോഷണലായിട്ട് നിങ്ങളോട് അറ്റാച്ച്ഡ് ആവാൻ തന്നെ ഒരു പേടിയാണ് അവർക്ക് എന്നാണ് പറയുന്നത്. മേ ബി അവരുടെ ഈ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസസ് ആയിരിക്കാം, അല്ലെങ്കിൽ യുനോ ഫ്യൂച്ചറിലേക്ക് നിങ്ങളോട് അടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള പേടി കൊണ്ടുമായിരിക്കാം. ഓക്കെ, നീഡ് ടൈം ടു ഹീൽ അഗെയിൻ വന്നിട്ടുണ്ട്. ഇവിടെയും പറഞ്ഞു ഹീലിംഗ്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് നൗ ഐ എം ഇൻ എ സ്പേസ് വെർ ഐ നീഡ് ടു ഫോക്കസ് ഓൺ മൈ ഹീലിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് ഇൻറ്റ് അബൌട്ട് യു, ദിസ് അബൌട്ട് മീ.
അവർ ഇപ്പോൾ ഹീലാവാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അവർ സ്വയം അവർക്ക് എന്തോ വേദനകൾ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അവർ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടാവും. ഓക്കെ, ഒരാളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യുക, ഒരാളെ സ്നേഹിക്കുക, അങ്ങനെ മനസ്സ് തുറന്ന് സ്നേഹിക്കുക, അങ്ങനെ അതിന് കുറച്ച് ധൈര്യവും ഇതൊക്കെ വേണം. ഓക്കെ, അപ്പോൾ അവരെവിടെയോ ചില കാര്യങ്ങൾ അവർ ഹീലാവാനുണ്ട് എന്നാണ്. സോ അതൊക്കെ ഒന്ന് ഹീലാവാനുള്ള സമയം വേണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഹാവ് മൈ കിഡ്സ് എന്നാണിത്. ആക്ച്വലി നേരത്തെ വന്ന എംപ്രസ് കാർഡ് ഇത് തന്നെയാണ്. ഓക്കെ, ഐ വോണ്ട് ടു ഹാവ് എ ഫാമിലി വിത്ത് യു. ഐ നോ യുഡ് ബി ആൻ അമേസിംഗ് പാരന്റ് ആൻഡ് ഐ ഡ്രീം ഓഫ് ദ ഡേ ഐ ക്യാൻ എക്സ്പീരിയൻസ് റേസിംഗ് എ ഫാമിലി ടുഗെദർ. ആക്ച്വലി ഞാൻ പറഞ്ഞത് ഫിസിക്കൽ ബാരിയറിൽ നമുക്ക് വന്നത് ഫാമിലി എന്ന രീതിക്കാണ്. പക്ഷെ ഇവിടെ വരുന്നത് നിങ്ങളെ കാണുന്നതും ആസ് എ ഫാമിലി, ആസ് എ ലൈക്ക് ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, നമുക്ക് കുട്ടികളെ ഒന്നിച്ച് എന്ന രീതിക്കൊക്കെയാണ് പറയുന്നത്. അത്രയും അവരുടെ ഡ്രീമാണ്. ഓക്കെ, മേ ബി അഗെയിൻ, പക്ഷെ ഇത് നമുക്കിവിടെ എംപ്രസ് കാർഡ് നേരത്തെ വന്നതുകൊണ്ട് മേ ബി അവരുടെ ഒരു ഫാമിലി ഉണ്ട് എന്ന രീതി കൂടി എടുത്തോളൂ. ഓക്കെ, നമുക്കത് കൺഫർമേഷൻ ആയിട്ട് എടുക്കാം ഇവിടെ. എനിവേ, അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ഫാമിലി ആയിട്ട് വേണം എന്നാണ്. ആൻഡ് ഇവിടെ മൈ ഫാൻറ്റസി, നിങ്ങൾ അവരുടെ ഫാൻറ്റസി ആണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വിഷ് ഫുൾഫിൽമെന്റ്, നിങ്ങളുടെ പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ് സേവ്ഡ് ഓഫ് യു ആൻഡ് ഐ വോണ്ട് യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവർക്ക് നിങ്ങളോട് അത്രയധികം അട്രാക്ഷൻ, പാഷൻ എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം. അവർക്ക് അത്രയും ഒരു എന്താ പറയുക, ഒരു ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളെ പറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഐ എം അഡിക്റ്റഡ് ടു ദ അറ്റൻഷൻ ഓഫ് അതേഴ്സ്. ഐ ലവ് ഫീലിംഗ് വാണ്ടഡ് ആൻഡ് നീഡഡ്. ഐ ഡോണ്ട് ഫീൽ ഹോൾ വിത്തൗട്ട് ഇറ്റ്. ഇത് നമ്മൾ നേരത്തെ കണ്ട 6 of Wandsന്റെ 6 of Wands എനർജി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ മറ്റുള്ളവരെ മുമ്പിൽ ഇങ്ങനെ വലിയ ആളായിട്ട് നിൽക്കാം. ഓക്കെ, എല്ലാവരും നമ്മളെ മാനിക്കുക, എല്ലാവരും മാനിക്കുക എന്നല്ല, ഒരു എല്ലാവരുടെയും അറ്റൻഷൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ അപ്പോൾ ആൾക്കാരുടെ അറ്റൻഷനൊക്കെ ഇഷ്ടമാണ്. അതുപോലെ ആൾക്കാരെ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ ഉണ്ടാവും. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സൊസൈറ്റി ചിലപ്പോൾ സമ്മതിക്കില്ല, മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതെന്താവും, അവരുടെ വാല്യൂ ഒന്ന് മറ്റുള്ളവരെ കണ്ണിൽ കുറയും അല്ലേ. അത് അവർക്ക് പറ്റില്ല. ഓക്കെ, അത് മാത്രമല്ല, പിന്നെ പോരാത്തതിന് അവർക്ക് എല്ലാവരും അവരെ ഒന്ന് കാണാൻ, അവരെ നോക്കണം, അവരോട് നല്ല രീതിയിൽ അവരുടെ മേലെ അറ്റൻഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും. അതും ഒരു തരത്തിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് സൈഡാണ്. ബിക്കോസ് അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ എന്താവും, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ വാല്യൂ കൊടുക്കുന്നത് അവർ തിരിച്ചറിയില്ല. ബിക്കോസ് അവർക്ക് എല്ലാവരുടെയും അറ്റൻഷൻ വേണം എന്ന രീതിക്കാണ്. കാരണം അത് അവരുടെ പ്രോബ്ലമാണ് കേട്ടോ, നിങ്ങളുടെ ഒരിക്കലും അങ്ങനെ എടുക്കരുത്. ഇത് അവരുടെ പ്രശ്നമാണ്. ബിക്കോസ് അവർക്ക് അങ്ങനെ ഒരു വാലിഡേഷൻ കിട്ടുമ്പോഴാണ് അവർക്ക് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അവർക്ക് തോന്നുന്നത് ഞാൻ എല്ലാവരെയും മുമ്പിൽ വളരെ നല്ലൊരു വ്യക്തി, എന്നെ എല്ലാവരും നല്ല ഒരാൾ, അല്ലെങ്കിൽ എൻ്റെ പിന്നാലെ എല്ലാവരും വരുന്നു, എന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷം കിട്ടുകയാണ്. ഓക്കെ, അപ്പം അങ്ങനെ അതിനു വേണ്ടി അവർ എന്തും ചെയ്യും. അപ്പം എന്താവും, അപ്പം നിങ്ങളെ ഒന്ന് സൈഡാക്കും, നിങ്ങളെ അല്പം മാറ്റി വയ്ക്കും. സോ അങ്ങനെയുള്ള ചില മിസ്റ്റേക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ്സ് ഓൺ എന്ന് പറയുന്നുണ്ട്. ഐ സീ യു ലുക്കിംഗ് ഗുഡ് ആൻഡ് മൂവിങ് ഓൺ. ഐ ഡോണ്ട് കെയർ ഹൂ യു ആർ ടോക്കിംഗ് ടു. ഐ എം ബെറ്റർ. ഐ വിൽ കോമ്പീറ്റ് ഫോർ യു. ഓക്കെ, കോമ്പറ്റീഷൻ എനർജി ഉണ്ട് കുറച്ചൊക്കെ. ഇത് രണ്ടും കണക്റ്റഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ നഷ്ടപ്പെടുത്തൂല്ല. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ അറ്റൻഷനും അവർക്ക് വേണം. ഓക്കെ, മറ്റുള്ളവരുടെ അറ്റൻഷനും വേണം. സോ അത് ഒരല്പം ശരിയല്ല. എനിവേ, ഇവർ പറയുന്നത് ഇപ്പം നിങ്ങൾ മേ ബി അവരുടെ പേഴ്സണെ, നിങ്ങൾ ക്വീൻ ഓഫ് വോൺസ് എനർജി ആയിരുന്നു പണ്ട്. സോ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ ഇപ്പം നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളെ വേറെ ആരുടെയെങ്കിലും കൂടെ നിങ്ങളാണെങ്കിൽ തന്നെ അവർ നിങ്ങൾക്ക് വേണ്ടി കോമ്പീറ്റ് ചെയ്യാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. നിങ്ങളെ വിട്ടുകളയാൻ തയ്യാറല്ല മൊത്തത്തിൽ, ഇത്ര തന്നെ. ഓക്കെ, സോ യെസ്, നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ പേഴ്സണെ നിങ്ങളെ വേണം എന്ന് തന്നെയാണ്. പക്ഷേ എന്താ, അവർ തുറന്ന് കാണിക്കുന്നില്ല ഫീലിങ്സ്. എപ്പോഴും ഒരു കൺട്രോൾ വെച്ച് നിൽക്കുക. അതുപോലെ മറ്റുള്ളവരുടെ അറ്റൻഷൻ അവർക്ക് വേണം, അതുമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളെ അല്പം മാറ്റി നിർത്തുക. സോ അതൊന്നും ഇത്ര ശരിയായ കാര്യങ്ങളല്ല. ബട്ട് ഇതിനെ നിങ്ങൾ എങ്ങനെ, പിന്നെ അതുപോലെ എക്സ് കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് എക്സ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഉണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്, അതുമുണ്ട്. ഓക്കെ, സോ എനിവേ, അതൊക്കെയാണ് ഇവിടെ ബ്ലോക്കേജസ് വരുന്നത്. നമുക്ക് ഒരു പോസിറ്റിവിറ്റി യൂണിവേഴ്സ് തന്നിരുന്നു, ഒരു പോസിറ്റീവ് സൈന്. ഒരു എൻഡിങ് ആക്ച്വലി ഇത് ഞാൻ നേരത്തെ ഗൈഡൻസിന് എടുത്തതാണ്, സാറില്ല ഇതിലും എടുത്താൽ. നിങ്ങൾക്കൊരു ഫൈനൽ ഔട്ട്കം യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് കൂടി നോക്കാം. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇമാജിൻ ചേഞ്ച് ഇൻ ദ വിൻഡ്. ഇത് ആക്ച്വലി നമ്മുടെ ഗൈഡൻസിലും വന്നിരുന്നു. കെയോസ് ആൻഡ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, ഓക്കെ, ഫൈനൽ ഔട്ട്കം. ഓക്കെ, ഫൈൻ. നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്, ഓൾറെഡി വന്നിട്ടുണ്ടാവാം. സെപ്പറേഷൻ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ. ഇവിടെ എനിക്ക് കെയോസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ആൻഡ് ഓർഫൻഡ് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വന്നിട്ട് സെപ്പറേഷൻ എന്നൊരു എനർജിയാണ് കിട്ടുന്നത്. ഓക്കെ, പേഴ്സൺ മാറി നിൽക്കുന്നുണ്ടാവാം. ബട്ട് ഇവിടെ നിങ്ങളോട് പറയുന്നത്
നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ആക്ച്വലി നിങ്ങളെക്കുറിച്ച് ഇമാജിൻ ചെയ്യേണ്ടത് അങ്ങനെ പറയാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഡ്രീം ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ട്, അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്കൊരു മാറ്റം പ്രതീക്ഷിക്കാം. ഓക്കെ, പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് യൂണിവേഴ്സായിട്ട് കൊണ്ടുവരും. ഓക്കെ, അതൊരു നല്ല മാറ്റമാണ്. ഞാൻ അതാണ് നോക്കിയത്, മാറ്റം നല്ലതാണോ അല്ലേ എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. യെസ് ആണ്. ട്രഷർ ഐലൻഡ് ആൻഡ് റീജനറേഷൻ ആണ് കാണുന്നത്. സോ നിങ്ങൾ തമ്മിൽ ഒരു റീബർത്ത് ഉണ്ടാവും, റീയൂണിയൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു അടുപ്പം വരും. ഇത് വിട്ടു പോകുന്നില്ല. ഓക്കെ, ഒരിക്കലും എൻഡായി പോകുന്നില്ല. ആ പേഴ്സൺ അങ്ങനെ നിങ്ങളെ വിട്ട് കളയൊന്നുമില്ല. അതൊക്കെ ഉറപ്പിച്ച് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം. എന്നിവിടെ മെസ്സേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും പോസിറ്റീവായിട്ട് എടുക്കാം. ആൻഡ് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.